നമസ്കാരം. നമുക്കിന്ന് കെ-സ്മാർട്ടിൽ ഇമ്പോർട്ട് പെർമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കെ-സ്മാർട്ടിൻ്റെ സർവീസ് എന്നുള്ള പോർഷനിലെത്തുക. അവിടെ ഇമ്പോർട്ട് പെർമിറ്റ് എന്ന് കാണാം. ഇമ്പോർട്ട് പെർമിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്. പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം നമ്മുടെ കയ്യിൽ, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കയ്യിലുണ്ടായിരിക്കണം, ലാൻഡ് ഡീഡ് ഉണ്ടായിരിക്കണം, പെർമിറ്റ് ഓർഡർ ഉണ്ടായിരിക്കണം, അപ്രൂവ്ഡ് ഡ്രോയിങ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊസീഡ് പറയുക. പ്രോജക്റ്റിൻ്റെ പേര് ചോദിക്കും. ഞാനത് ഓണറിൻ്റെ പേരാണ് കൊടുക്കുന്നത്. പെർമിറ്റ് ഇഷ്യൂഡ് ടൈപ്പാണ് അടുത്ത് ചോദിച്ചേക്കുന്നത്. മാനുവലാണോ, സങ്കേതമാണോ, സുവേഗയാണോ, IBPMS ആണോ, അതർ ഓൺലൈൻ മോഡാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്കുള്ളത് സങ്കേതത്തിൽ നിന്നുള്ളൊരു ഡ്രോയിങ് ആണ്. ഇമ്പോർട്ട് ടൈപ്പ് മാനുവൽ എൻട്രി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മാനുവൽ എൻട്രി കൊടുക്കുക. ഇനി നമ്മുടെ ഇതിലുള്ള പെർമിറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ പെർമിറ്റിനകത്ത് തന്നെ ഉണ്ടാവും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് പെർമിറ്റിനകത്ത് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പെർമിറ്റ് ഡേറ്റ്, പെർമിറ്റ് എന്നാണോ ഇഷ്യൂ ചെയ്തേക്കുന്നത് ആ ഡേറ്റ് അടിച്ചു കൊടുക്കുക. കാറ്റഗറി ഓഫ് പെർമിറ്റ് ചോദിക്കുന്നുണ്ട്. ജനറൽ പെർമിറ്റ് ആയിട്ടാണോ എടുത്തിട്ടുള്ളത്, സെൽഫാണോ, ഗവൺമെൻറ് സ്കീമിലുള്ളതാണോ, പ്ലോട്ട് സബ് ഡിവിഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ജനറൽ പെർമിറ്റാണ് സങ്കേതം വഴി എടുത്തിട്ടുള്ളൊരു. കറണ്ട് സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്. കമൻസ്ഡ്, നോട്ട് കമൻസ്ഡ്, ആരംഭിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. പെർമിറ്റ് വാലിഡേറ്റ് ഡേറ്റ്, വാലിഡ് അപ് ടു ഡേറ്റ്. അപ്പോൾ ഏത് വർഷം വരെ നമുക്ക് പെർമിറ്റ് ഉണ്ടെന്ന് നോക്കുക, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ ടിക്ക് ചെയ്യാൻ ചോദിക്കുന്നത് പാർഷ്യലി കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിത് റിന്യൂ ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. റിവൈസ്ഡ് ആണെങ്കിൽ നമ്മളിത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുമില്ല, നമ്മളിത് കംപ്ലീറ്റ് ആയി നമ്മൾ കംപ്ലീഷന് വേണ്ടി സംഘത്തിൽ നിന്ന് കെ-സ്മാർട്ടിലോട്ട് മാറ്റുകയാണെങ്കിൽ, അത് ഫുൾ ഫിനിഷ്ഡ് ആണെങ്കിൽ ഇതൊന്നും ടിക്ക് ചെയ്യേണ്ട, നമുക്ക് സേവ് പറയാൻ മതി. പ്രൊസീഡ് പറയുക. ലോക്കൽ ബോഡിയുടെ ഡീറ്റെയിൽസ് ചോദിച്ചേക്കും. എൻ്റെത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ്. ലോക്കൽ ബോഡി പഞ്ചായത്താണ്. ഏത് പഞ്ചായത്താണെന്നുള്ള എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് പറയുക. പ്രൊസീഡ് പറയുക. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ലൊക്കേഷൻ മാർക്ക് ചെയ്യാം. ലൊക്കേഷൻ കൊടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ലൊക്കേഷൻ എടുത്ത് സെർച്ച് ബാറിൽ കൊടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് ആ പൊസിഷൻ തന്നെ കിട്ടും. എവിടെയാണെന്നുള്ളത് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുക. ചില സമയത്ത് ക്യാപ്ചർ പ്ലോട്ട് കിട്ടാറില്ല, അതൊന്നും വരുന്നില്ല. ക്യാപ്ചർ പ്ലോട്ട് അനങ്ങുന്നില്ല. ഓക്കെ, പ്രൊസീഡ് പറയുക. ഇനി പ്ലോട്ട് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്ലോട്ട് ഡീറ്റെയിൽസ് എവിടെയാണ്, ഏത് പഞ്ചായത്താണ്, ഏത് ലോക്കൽ ബോഡിയാണ്, ഏത് താലൂക്കാണ്, ഏത് വില്ലേജാണ്, എത്രാം വാർഡാണ്. അംശം ദേശം അറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അത് മസ്റ്റ് അല്ല,
പിന്നെ ഡീഡ് നമ്പർ കൊടുക്കുക. ഡീഡ് നമ്പർ എഴുതി കൊടുക്കുക. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ ഓഫീസ് ഏതാണെന്നുള്ളത് കൊടുക്കുക. പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള പൊസഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. പൊസഷൻ സർട്ടിഫിക്കറ്റ് ഡേറ്റ് കൊടുക്കുക. തണ്ടപ്പേര് നമ്പർ കൊടുക്കുക. വസ്തു എത്ര ഏരിയ ഉണ്ടെന്നുള്ളത് സ്ക്വയർ മീറ്ററിലാണ് കൊടുക്കാനുള്ളത്. സ്ക്വയർ മീറ്ററിൽ കൊടുക്കുക. ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് പ്രൈവറ്റ് ഏതാണ് ടൈപ്പ് ആണെന്നുള്ളത് കൊടുക്കുക. നമ്പർ ഓഫ് ഓണേഴ്സ് എത്ര പേരുണ്ടെന്ന് കൊടുക്കുക. സേവ് പറയുക. ലാൻഡ് ഡീറ്റെയിൽസ് ആണ് അടുത്തത്. സർവേ നമ്പറാണോ റീസർവേ നമ്പറാണോ എന്നുള്ളത് കൊടുക്കുക. ബ്ലോക്ക് എത്രയാണെന്ന് കൊടുക്കുക. കരമടച്ച റെസീറ്റിലുണ്ടാവും ബ്ലോക്ക് എത്രയാണെന്ന്. റീസർവേ നമ്പർ ആണ് എൻ്റെത്. അപ്പോൾ റീസർവേ നമ്പർ അടിച്ചു കൊടുക്കുക. സബ് ഡിവിഷൻ അടിക്കുക. എത്ര സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ട്. ഓക്കെ, സേവ് പറയാം. ഇനി ഡോക്യുമെൻറ്റ്സ് ഇത് ചെയ്ത് കൊടുക്കും. ഡീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഡീഡ് അപ്ലോഡ് ചെയ്യുന്നു. PDF ആയിട്ടാണ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ആയിട്ടുണ്ട്. അടുത്ത പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. ലാൻഡ് ടാക്സ് റെസീറ്റ് ചോദിക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓണർ ഡീറ്റെയിൽസ് നേച്ചർ ഓഫ് പൊസഷൻ ഓണാണ്. നമ്മൾ സൈനിങ് അതോറിറ്റി ആരെയും കൊടുക്കുന്നില്ല. അയാൾ തന്നെയാണ്, ഓണർ തന്നെയാണ്, സെൽഫായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെർച്ച് പറയുക. നമ്മൾ ആദ്യമേ ഈ ഇദ്ദേഹത്തിൻ്റെ സിറ്റിസൺ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് കൊടുക്കുക. താമസിക്കുന്ന അഡ്രസ്സ് ഏത് വാർഡിലാണെന്നുള്ളത്, അല്ല ഏത് പഞ്ചായത്തിൽ നിന്നുള്ളത് കൊടുക്കുക. വാർഡ് നെയിം കൊടുക്കുക. വീട്ട് നമ്പർ കൊടുക്കുക. വീട്ടുപേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. സ്ട്രീറ്റ് നെയിം, ഇമെയിൽ അടിച്ചു കൊടുക്കുക. ഫോൺ ആധാർ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. സേവ് ചെയ്യുക. പ്രൊസീഡ് പറയുക. ഇനി പെർമിറ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചേക്കുന്നത്. പെർമിറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഫില്ലായി വരുന്നതായിരിക്കും. നമ്മൾ പെർമിറ്റിന് എടുത്തേക്കുന്ന FSI കവറേജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. FSI എത്രയാണെന്ന് നമ്മൾ പെർമിറ്റിൽ നോക്കിയിട്ട് എഴുതുക. FSI എൻ്റർ ചെയ്ത് കൊടുക്കുക. കവറേജ് എത്രയാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്തു.
സൈറ്റ് പ്ലാൻ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സൈറ്റ് പ്ലാൻ അപ്ലോഡ് ചെയ്തു. പെർമിറ്റ് ഓർഡർ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് പ്ലാൻ മാൻഡേറ്ററി ആണ്, ഉണ്ടെങ്കിൽ കൊടുക്കാം. മാൻഡേറ്ററി അല്ല, സർവീസ് പ്ലാൻ മാൻഡേറ്ററി അല്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. പെർമിറ്റ് ഓർഡർ കൊടുത്തു. ബിൽഡിംഗ് പ്ലാൻ ചോദിക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. പാർക്കിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാം. വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇത് ന്യൂ കൺസ്ട്രക്ഷൻ ആണോ, കോമ്പൗണ്ട് വാളാണോ, എന്ത് ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂ കൺസ്ട്രക്ഷൻ ആണ്. ബ്ലോക്ക് നമ്പർ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവിടെ എൻ്റെ ബിൽഡിങ്ങിൽ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ ഒരു ബ്ലോക്ക്. കവേർഡ് ഏരിയ എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ചോദിക്കുന്നുണ്ട്. സേവ് പറയുക. ഡീറ്റെയിൽസ് ഓഫ് ഫ്ലോ ചോദിക്കും. പുതിയ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഫ്ലോറിൻ്റെ ഇവിടെ നമ്പേഴ്സാണ് എൻ്റർ ചെയ്യാനുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ 0 കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ 1 കൊടുക്കുക. മൈനസ് ആണെങ്കിൽ ബേസ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. 0 കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഓട്ടോമാറ്റിക്കലി വരും. ഒക്കുപ്പൻസി ചോദിക്കുക എന്താണെന്ന്. റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ. സബ് ഒക്കുപ്പൻസി ചോദിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ തന്നെയാണ് സിംഗിൾ ഫാമിലിക്ക് ഉപയോഗിക്കുന്നത്. യൂസേജ് ഡീറ്റെയിൽസ് വയ്ക്കുന്നുണ്ട്. ബിൽറ്റപ്പ് ഏരിയ എം സ്ക്വയറിൽ ചോദിക്കുന്നുണ്ട്. ബിൽറ്റപ്പ് ഏരിയ നമ്മൾ എത്രയുണ്ടെന്ന് കൊടുക്കുന്നു. പാർക്കിങ് അത് നമുക്ക് ആവശ്യമില്ല. ഫ്ലോർ ഏരിയ എത്രയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അത് പെർമിറ്റ് ഡ്രോയിങ്ങിലുണ്ട്. മെസനൈനിങ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. സേവ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു. സേവ് പറയുന്നു. പ്രൊസീഡ് പറയുക. ഇനി നമ്മൾ അടച്ച പേയ്മെൻറ്റ് എത്ര രൂപ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീ അന്ന് എത്ര രൂപയായി എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് എൻട്രി കൊടുക്കണം. 2 പെർമിറ്റ് ഫീ എത്ര ആയിട്ടുണ്ടെന്നുള്ളത് എൻട്രി കൊടുക്കണം. എഫ്എസ്സിക്ക് വേണ്ടി അഡീഷണൽ ഫീസ് നമ്മൾ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ക്യാഷ് അടച്ച റെസീറ്റും ചോദിക്കുന്നുണ്ട്. ₹150 ആപ്ലിക്കേഷൻ ഫീ അടച്ചിട്ടുണ്ട്. സേവ് ചെയ്തു. എൻ്റെ റെസിപ്റ്റ് ഇല്ല, സേവ് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഇത് ചെയ്യുക. പ്രൊസീഡ് ചെയ്യുക. വാലിഡേറ്റ് ദ ആപ്ലിക്കേഷൻ. ലൈസൻസ് വാലിഡേറ്റ് ചെയ്യുക. ഇനി സിറ്റിസൺ ഇത് ചെയ്യാൻ വേണ്ടി സിറ്റിസണിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഫോർവേഡ് ടു ഓർഡർ എന്ന് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും. നമ്മളിനി ഇത് സിറ്റിസൻ്റെ ലോഗിനിൽ കയറിയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സിറ്റിസൻ്റെ ലോഗിനിൽ ഇങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്. സിറ്റിസൻ്റെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ കാണാം. ആപ്ലിക്കേഷനകത്ത് ഇവിടെ ഉണ്ടാവും. എഡിറ്റ് പറയുക. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് പ്രൊസീഡ് പറയുക. നമ്മൾ ഓരോന്നും ശരിക്കും ഇത് സിറ്റിസനാണ് ചെയ്യാനുള്ളത്. വായിച്ച് നോക്കുക. ലൈസൻസ് ഡീറ്റെയിൽസ് ഓക്കെ പറയുക. ഓക്കെ പറയുന്നതനുസരിച്ച് ഇവിടെ ടിക്ക് വീഴും. പ്രൊസീഡ് പറയുന്നതിനനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടിക്ക് വീഴും. അപ്പോൾ ഇത് നോക്കുക.
ലൈസൻസ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. പ്രൊജക്ട് ഡീറ്റെയിൽസ് ഇത് തന്നെയാണെന്ന് അവർ വെരിഫൈ ചെയ്യുക. മാപ്പ് വ്യൂ ചോദിച്ചിട്ടുണ്ട്. മാപ്പ് വ്യൂ നേരത്തെ കിട്ടാത്തതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. എന്നാലും പ്രൊസീഡ് പറയുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് പ്രൊസീഡ് പറയുക. അടുത്തത് ഡിക്ലറേഷനാണ്. പ്രൊസീഡ് പറയുക. ഇനിയുള്ളത് OTP വെരിഫിക്കേഷനാണ്. OTP വെരിഫൈ ചെയ്തതിന് ശേഷം റിട്ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈസൻസിയുടെ ലോഗിനിൽ ഇത് വീണ്ടും വന്ന് കാണും. സബ്മിറ്റ് പറയുക. OTP അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമലാവും. സബ്മിറ്റഡ് ടു ഓണർ അവിടെ ഉണ്ടാവും. നേരെ ലൈസൻസിൻ്റെ ലോഗിൽ വരിക. ലൈസൻസിൻ്റെ ലോഗിനിൽ ഇത് തിരിച്ച് വന്നിട്ടുണ്ടാവും. അവിടെ കാണിക്കുന്നത് റെഡി ടു സബ്മിറ്റ് ആയിരിക്കും. നമ്മൾ ആക്ഷൻ എടുക്കുക, എഡിറ്റ് പറയുക, സബ്മിറ്റ് പറയുക. സബ്മിറ്റ് ഇട്ടാന്ന് ചോദിക്കുന്നുണ്ട്, സബ്മിറ്റ് പറയുക. അപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. അപ്ലൈഡ് എന്നുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കും. താങ്ക് യു.